ഇപ്പോൾ പല കമ്പനീസും അഡ്വർടൈസ്മെൻറ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് റിസർച്ച് കമ്പനിയെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടാണ് അവർ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. കേരളത്തിലുള്ള ഒരാളിന് ഇപ്പോൾ പല രാജ്യങ്ങളും, ഇപ്പോൾ ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ ഒരുപാട് ബിസിനസ് സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് പുറത്ത് സെല്ല് ചെയ്യണമെങ്കിൽ ആ രീതിയിലൊരു മാർക്കറ്റ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യാറ് ആ രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫീൽഡിൽ പോയി കൺസ്യൂമർ അല്ലെങ്കിൽ റീറ്റെയിലറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ലൈവായിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ സക്സസ് സ്റ്റോറീസ് അല്ലേ എപ്പോഴും കേൾക്കുന്നത്. ഒരുപാട് കമ്പനീസ് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിനോട് നമ്മളിത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. എന്ത് ചെയ്യരുതെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവാണ് യഥാർത്ഥ ബിസിനസ് തന്ത്രം. പറഞ്ഞിരിക്കുന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ പ്രൊഫസറായ മൈക്കൽ പോർട്ടറാണ്. പക്ഷെ പലപ്പോഴും ഒരു സംരംഭകനാകണമെന്ന ആഗ്രഹം മാത്രം മുൻനിർത്തി എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് നിക്ഷേപിച്ച് കൈ പൊള്ളിക്കുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ നഷ്ടബോധത്തോടെ കൂടെ ഇരിക്കുമ്പോൾ ഇവിടം സേഫ് അല്ല സജി എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നം എങ്ങനെയാണ് മാർക്കറ്റിൽ സ്വീകരിക്കപ്പെടുക എന്ന് കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞാൽ എന്ത് ഈസി ആയിരിക്കും ബിസിനസ് ചെയ്യാൻ. അങ്ങനെ ഒരു മാർക്കറ്റ് റിസർച്ച് ഫേം, അതുപോലെ തന്നെ നമ്മളെയൊക്കെ നമ്മുടെ ഓഫീസുകളിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന അന്തരീക്ഷമുള്ള കോ വർക്കിംഗ് സ്പേസസ്, ഇങ്ങനെ 2 കമ്പനികളുടെ സ്ഥാപകനായ ഒരാളാണ് ഇന്നത്തെ വാല്യൂ പ്ലസിൻ്റെ അതിഥി. ട്രൂ കോഡിൻ്റെയും ഐഡിയ ഹൗസിൻ്റെയും സ്ഥാപകനായ ലൂയിസ് ഐസക്. വെൽക്കം ടു വാല്യൂ പ്ലസ്. അപ്പോൾ പഴയ ഒരു ജനറേഷൻ പലപ്പോഴും പഠിച്ചൊരു ജോലി നേടണമെന്നാണ് ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ആഗ്രഹം. ഒരു ചുരുക്കം ആൾക്കാർ മാത്രമേ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഓൺട്രപ്രണോറിയൽ കൾച്ചറുണ്ട്. കൂടുതൽ പേരും ഒരു സംരംഭകനാകണം അല്ലെങ്കിൽ സംരംഭകയാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്കാണെങ്കിലും ഇടയ്ക്ക് തോന്നാറുണ്ട്, കുറച്ച് പേർക്കൊക്കെ ജോലി കൊടുത്ത് നല്ലൊരു സംരംഭം തുടങ്ങിയാലോ എന്ന്. പക്ഷേ എന്നെ പിന്നോട്ട് പിടിച്ചു നിർത്തുന്നതിലെ റിസ്ക്കാണ്. ഇതിലേക്ക് ചാടിക്കഴിഞ്ഞ് കൈപൊള്ളിയാൽ എങ്ങനെയാകും? അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് എൻ്റെ പ്രോഡക്റ്റ് മാർക്കറ്റ് സ്വീകരിക്കുന്നത് എന്നൊരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ് ബിസിനസ് ചെയ്യാൻ. ഇപ്പോൾ ട്രൂ കോഡ് ഈ നിലയിൽ എന്താ ചെയ്യുന്നത്? ഈ നിലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ട്രൂ കോഡിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് മാർക്കറ്റ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ പറഞ്ഞ റിസ്ക് ഉണ്ടല്ലോ, റിസ്ക് ഡൈല്യൂട്ട് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ് ആക്ച്വലി മാർക്കറ്റ് റിസർച്ച്. കാരണം ഒരു പ്രോഡക്റ്റ് എങ്ങനെ തുടങ്ങണം, അതിൻ്റെ പ്രൈസിങ് എത്ര വേണം, ഇപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ എങ്ങനെ വേണം, പാക്കേജിങ് എങ്ങനെ വേണം, ഇതൊക്കെ ആക്ച്വലി ഡിസൈഡ് ചെയ്യേണ്ടത് ഇൻവെസ്റ്റർ അല്ല, കൺസ്യൂമറാണ്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കൺസ്യൂമറിന് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വന്നില്ലെങ്കിൽ ഹ്യൂജ് ലോസ് ആയിരിക്കും ഇൻവെസ്റ്റർക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതിനു മുമ്പ് കൺസ്യൂമറിനെ പഠിക്കും. റീറ്റെയിൽ സർവേ ഉണ്ട്, അതിലൂടെ റീറ്റെയിലറുടെ മാർജിൻ, അവരുടെ ആ ഒരു നീഡ് പഠിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പം റിസ്ക് ഓൾറെഡി ഡൈല്യൂട്ടഡ് ആയി. എങ്ങനെ വേണം ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ റിസ്ക് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം. അതെ. ഇപ്പോൾ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് ട്രൂ കോഡിൽ വരും, എനിക്കൊരു ബിസിനസ് തുടങ്ങാനുണ്ട്, ഇന്നതാണ് എൻ്റെ ആശയം. അപ്പം ഈ ഒരു പ്രോഡക്റ്റിന് എങ്ങനെ മാർക്കറ്റിൽ സ്വീകാര്യതയുണ്ട്, ആൾക്കാർ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർക്ക് എന്തൊക്കെ തരത്തിലായിരിക്കും ഈ പ്രോഡക്റ്റ് വേണ്ടത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമല്ലോ. പറഞ്ഞ് ആ ആൾ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് പോകും. പക്ഷേ ഏതെങ്കിലും സമയത്ത് വേണ്ട, നിങ്ങൾ ഇവിടെ നിക്ഷേപിക്കേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത സമയമുണ്ടോ? അതാണ് കൂടുതൽ. ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞ കേസസാണ് അധികവും. കാരണം നമ്മളൊരു കമ്പനി ഫെയിലാവുന്നത് അധികം ആൾക്കാർ അറിയുന്നില്ല. നമ്മൾ സക്സസ് സ്റ്റോറീസ് അല്ലേ എപ്പോഴും കേൾക്കുന്നത്. ഒരുപാട് കമ്പനീസ് ഫെയിൽ ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കമ്പനീസിനോട് നമ്മളിത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരു ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യാൻ പോസിറ്റീവ് റിപ്പോർട്ടായിരിക്കും ചിലപ്പം നല്ലത്. ബട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവരോട് പറയുക എന്നുള്ളതാണ്. അത് ഫ്യൂച്ചറിൽ ചിലപ്പം പല കമ്പനീസ് നമ്മുടെ റിപ്പോർട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് ഫ്യൂച്ചറിൽ അവർക്കത് തിരിച്ചറിഞ്ഞ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളതിലൊരു ഫീലിംഗ് വെക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ കൺസ്യൂമർ ഇത് സക്സസ് ആവില്ല, അല്ലെങ്കിൽ കൺസ്യൂമറിന് ഇതല്ല വേണ്ടാന്ന് തോന്നിയാൽ ഞങ്ങൾ ആ രീതിയിൽ തന്നെ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഇപ്പോൾ ഒരു ഐഡിയ കൊണ്ടുവന്നു, ആ ഐഡിയ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കസ്റ്റമർ സ്വീകരിക്കില്ല, പക്ഷെ നിങ്ങൾ ഇന്ന മാറ്റം വരുത്തിയാൽ ചിലപ്പോൾ അയാൾ ഇത് സ്വീകരിച്ചേക്കാം, അങ്ങനെ ഒരു മാറ്റം സജസ്റ്റ് ചെയ്തൊരു റിപ്പോർട്ട് കൊടുക്കാറുണ്ടോ? തികച്ചും. കാരണം FMCG ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പല പ്രോഡക്ട്സും ഫൈനൽ പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യില്ല. അതിനു മുമ്പ് സാമ്പിൾ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നൂഡിൽസ് നമുക്കെടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ കസ്റ്റമറിന് അവർക്കത് താല്പര്യം വരുമോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു സാമ്പിൾ വെച്ചിട്ട് ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് യൂസ് ചെയ്തവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്പൈസി ആക്കാം, അല്ലെങ്കിൽ ഇന്ന ഫ്ലേവർ ഇഷ്ടമായില്ല, ഇതിൻ്റെ പാക്കേജിങ് കുറച്ച് അട്രാക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടിയുള്ളൊരു നൂഡിൽസ്. അപ്പോൾ അത് കിഡ്സിന് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അത് എടുക്കാൻ തോന്നാൻ വേണ്ടി കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കും.
അങ്ങനെ ഞാൻ എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഈ ഇൻപുട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ പ്രോഡക്റ്റ് മോഡിഫൈ ചെയ്യുകയാണ്. മോഡിഫൈ ചെയ്ത് സെക്കൻഡ് റൗണ്ട് വീണ്ടും FGD നടത്തും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഇംപ്രവൈസ് ചെയ്തിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പം കുറച്ചുകൂടി അക്സെപ്റ്റൻസ് മാർക്കറ്റിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സജഷൻസ് അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ പല പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഫുഡ് ഐറ്റത്തിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നതിലും അത് വേറൊരു ആംഗിളിലായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു വസ്ത്ര ബ്രാൻഡാണ് ഒരാൾ കൊണ്ടുവരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് വേറൊരു ആംഗിളിലായിരിക്കും. അപ്പോൾ ഈ വിവിധങ്ങളായ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് റിസർച്ച് നല്ലൊരു ടീം വേണം. എങ്ങനെയാണ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നത്? ഇത് ആക്ച്വലി നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സർവേസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുന്നത് വീട്ടിലും ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ആക്ച്വലി കസ്റ്റമറെ മീറ്റ് ചെയ്യുന്ന പോലുമില്ല. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പം ഈ ഡാറ്റ കളക്ഷനിൽ ഒരുപാട് ഇഷ്യൂസ് അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം ഡാറ്റ കളക്ഷൻ നടത്താൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇനീഷ്യലി നമ്മുടെ ഒരു അന്നത്തെ ഒരു ലക്ഷ്യം അതായിരുന്നു. അല്ലാതെ മാർക്കറ്റ് റിസർച്ച് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആ ഏജിൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓൾ കേരള ഒരു 2000 മെമ്പേഴ്സിൻ്റെ നെറ്റ്വർക്ക് നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്തു. ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് അത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയറും കൂടി ഡെവലപ്പ് ചെയ്തു. അതായത് മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഈ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഡെലിവറി ബൈ വരുന്നത്. അതുപോലെ നമ്മുടെ ഡാറ്റ കളക്ടർ പോകുന്നു, ഒരു റീറ്റെയിൽ സ്റ്റോറിലെത്തിയോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിയോ, അവിടെ നിന്നാണ് ഇത് ഫില്ല് ചെയ്യുന്നത്, എത്ര ടൈം കൺസ്യൂം ചെയ്തിട്ടാണ് അവരിത് ഫില്ല് ചെയ്യുന്നത്. അത്തരം ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ക്രെഡിബിൾ ഡാറ്റ കളക്ഷൻ നെറ്റ്വർക്ക് ഫസ്റ്റ് ടൈം ഇൻ കേരള ലോഞ്ച് ചെയ്തതാണ് ട്രൂകോഡ് ചെയ്ത ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് റിസർച്ച് കമ്പനീസ് ഡാറ്റ കളക്ഷൻ പാർട്ട് മാത്രം നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് തരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഗുർഗാവൺ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കമ്പനീസ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് MNCസിൻ്റെ വർക്ക് നമ്മൾ ചെയ്തു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മാർക്കറ്റ് റിസർച്ച് കമ്പനിക്കും സ്വന്തമായിട്ട് ഡാറ്റ കളക്ഷൻ നെറ്റ്വർക്ക് ഇല്ല. അതായത് അവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒതൻറ്റിക് ആയിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമില്ല. എല്ലാവരും ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇൻറ്റേൺസ്, അപ്പോൾ അതെങ്ങനെ അവർ മോണിറ്റർ ചെയ്യാം? അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ആ സാമ്പിൾ മാറിപ്പോയാൽ എങ്ങനെ ഉണ്ടാവും? കുറേ റിപ്പോർട്ട് ഉണ്ടെങ്കിലും ആ റൂട്ട് ലെവലിൽ അവിടെ ഒരു പ്രോബ്ലം വന്നു. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിയത് റൂട്ട് ലെവലിലാണ്. ഡാറ്റ കളക്ഷൻ ഷുഡ് ബി പ്രോപ്പർ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി ഐഡിയാസൊക്കെ വരുന്നത്. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തു, ഒരു മാർക്കറ്റ് റിസർച്ച് ഫേം ഫോം ചെയ്തു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന്. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന്. ഒരു കോഴിക്കോടുകാരനായ മെക്കാനിക്കൽ എഞ്ചിനീയർ അതിനുശേഷം മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് വരുന്നു. സ്വന്തം ആവശ്യം, അതായത് സ്വന്തമായ നിലയിൽ ഉള്ള ചില ആവശ്യങ്ങൾ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു റിസർച്ചിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫേമിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല ഇതിലേക്ക് എത്തുന്നത്. ആക്ച്വലി 2 കമ്പനീസ് ഇപ്പം റൺ ചെയ്യുന്നുണ്ട്. 2 കമ്പനീസിലേക്കും ഞാൻ എങ്ങനെയോ വന്ന് ചേർന്നതാണ്. ഞാനിത് ഇന്നൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നതല്ല. വർക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് എത്തിയതാണ്. ഇങ്ങനെ ഒരു നീഡ് ഐഡൻറ്റിഫൈ ചെയ്തപ്പം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് തോന്നി. അപ്പോൾ പ്ലേസ്മെൻറ്റ്സിൻ്റെ ഒക്കെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യണമല്ലോ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പോയി വർക്ക് ചെയ്യണോ. അങ്ങനെ ഞാൻ എൻ്റെതായ രീതി തിരഞ്ഞെടുത്തെന്നുള്ളത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡേറ്റ എന്ന് പറയുന്നത് നമ്പർ മാത്രം. അപ്പോൾ നമ്മൾ ആ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടും. ഈ പറയുന്ന കസ്റ്റമർ പറയുന്നു ഞാൻ ഇന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങളൊരു സർവേ നടത്തുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് നടത്തുന്നു. ആ നമ്പർ നമ്മൾ ആ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ നമ്പറിനെ അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട്, ഇതായിരിക്കണം എൻ്റെ ബിസിനസ് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിലേക്ക് മാറ്റി കൊടുക്കുക എന്നതുകൂടെ ചെയ്യേണ്ടതുണ്ടല്ലോ. അതെ, അത് ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഡാറ്റ കളക്ഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും ഡാറ്റ ക്ലീനിങ് ചെയ്യണം. കാരണം നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമൊക്കെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൽ ആക്ച്വലി കുറച്ച് കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ റീറ്റെയിൽ സർവേ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആവറേജ് ഡെയിലി റവന്യൂ എത്രയാണ്? അപ്പോൾ നമുക്ക് 10,000, 20,000, 25,000, 30,000 ഇങ്ങനെ വാല്യൂസ് കിട്ടുവാണ് എല്ലാ റീറ്റെയിൽ സ്റ്റോറിലെയും സർവേ ആണ്. അപ്പോൾ അതിലൊരു വാല്യൂ 5 lakh അല്ലെങ്കിൽ 10 lakh വരുവാണ് ഡെയിലി സെയിൽ ചെറിയൊരു ഷോപ്പിൽ നിന്ന്. അത് ചിലപ്പോൾ ഒരു 0 ആഡ് ആയിപ്പോയത് അല്ലെങ്കിൽ 2 0 ആഡ് ആയിപ്പോയതായിരിക്കും. ബട്ട് നമ്മൾ ആവറേജ് എടുക്കുമ്പം ആ വാല്യൂ കാരണം എൻ്റെ ആവറേജ് ചേഞ്ച് ആവും. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളത് ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ വാല്യൂ എലിമിനേറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അത് ഡാറ്റ ക്ലീനിങ്ങിൽ ഒരു ആക്ടിവിറ്റി ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അത് ചെയ്യുമ്പം ഇല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഡാറ്റേനെ അത് എഫക്റ്റ് ചെയ്യും.
അപ്പം ഡാറ്റ ക്ലീനിങ്ങിൽ അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ഒരു സ്കില്ലാണ്. അതിന് ശേഷമാണ് നമ്മൾ അനലിറ്റിക്സ് പാർട്ടിലേക്ക് പോകുന്നത്. അതിലും നമുക്ക് അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ടാബ്ലോ ഒക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾക്കുപരിയായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലൂയിസ് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുണ്ട്. ചൂണ്ടയിടുന്ന ഒരാളുടെ എക്സാമ്പിൾ. അപ്പോൾ ആ എക്സാമ്പിൾ ഒന്ന് പറയോ? അത് എത്രത്തോളം ആൾക്കാർക്ക്, ബിസിനസ്സുകാർക്ക് പ്രയോജനം? അത് ആക്ച്വലി ബിസിനസ് സ്റ്റാർട്ട്, ഞങ്ങൾക്ക് വരുന്ന ഒരുപാട് എൻക്വയറീസും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഒരുപാട് ആൾക്കാർ, ഞാൻ ഫിഷിംഗ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരാളൊരു ബിസിനസ് തുടങ്ങി സക്സസ് ആയി നമുക്കതിലേക്ക് പോവാം. ആ രീതിയിൽ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. ഇപ്പോൾ ഒരാൾ ചൂണ്ടയിടുന്നു, അപ്പോൾ അവിടെ മീനുണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും പോയി അവിടെ തന്നെ ഇങ്ങനെ ചൂണ്ടയിടുകയാണ്. ഒരുപാട് ടൈമും കോസ്റ്റും എല്ലാം പോകും. അപ്പം വേറൊരു ഏരിയയിൽ നമുക്ക് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരുപാട് ഫിഷ് ഉണ്ടാവും. അപ്പോൾ അത് മാർക്കറ്റ് റിസർച്ചിൽ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസാണ്. ഇപ്പം ക്രിസ്റ്റീന ആദ്യം ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഇത് വരുന്നത്. വേറെ രീതിയിൽ മാറ്റിയിരുന്നെങ്കിൽ സക്സസ് ആവുമോ? ആ രീതിയിലുള്ള ഒരു അഡ്വൈസ് കൊടുക്കുമ്പോഴാണ് ഇവർ ആ പ്രോഡക്റ്റ് മാറ്റിയിട്ട് വേറെ രീതിയിൽ പ്ലേസ് ചെയ്യും. അപ്പം ചിലപ്പം ആ പ്രൈസിങ് ആയിരിക്കും പ്രശ്നം. ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആയിരിക്കും ഇറക്കുന്നത്, പക്ഷേ ആ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ തന്നെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അപ്പോൾ ഇവരിവിടെ കിടന്ന് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓപ്പർച്യൂണിറ്റി കിടക്കുകയാണ്. അതിൻ്റെ റിസൾട്ട്, സർവേ എന്ന റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ആ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതെ, ഈ പറയുന്നത് പോലെ ഈ വരുന്ന ആളിന് പ്രൈസിങ്ങിനെ കുറിച്ച്, നിങ്ങളുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ നിങ്ങൾ 100 രൂപയായിരിക്കും ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ പ്രോഡക്റ്റിന് 150 രൂപ കിട്ടാൻ ഉള്ള അർഹതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ 100 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രൈസിങ്ങിൽ സജഷൻസ് കൊടുക്കും, അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ സജഷൻസ് കൊടുക്കും, കോസ്റ്റ് കട്ടിങ്ങിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാക്കേജിങ് അടക്കമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടീം എങ്ങനെയാണ്, നിങ്ങളുടെ എത്ര വർക്കേഴ്സ് നിങ്ങൾക്ക് വേണം, എന്തൊക്കെ കാര്യങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ടോ? അത് നമ്മൾ തീർച്ചയായും കൊടുക്കുന്ന സംഭവം. ഇപ്പോൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കൺസ്യൂമർ പെർസെപ്ഷനിൽ വരുന്നതാണ്. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിൽ ഒരു ചേഞ്ചസും വന്നില്ലെങ്കിൽ ഇപ്പം പ്രൈസ് കൂട്ടി, അപ്പം ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ ആലോചിക്കുമായിരിക്കും ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി. ഒരുപാട് ബ്രാൻഡ്സ്, നമ്മൾ കേസ് സ്റ്റഡീസ് നോക്കുമ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് പ്രോഡക്റ്റിൽ ഒരു ചേഞ്ചും വരുത്താതെ തന്നെ ബ്രാൻഡിങ്ങിൽ ചേഞ്ച് വരുത്തിയിട്ട് പെർസെപ്ഷൻ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ചെയ്തപ്പം ഇന്ത്യൻ പ്രോഡക്ട്സ്, ഒരുപാട് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പറ്റീറ്റർ പ്രോഡക്ട്സ്, ഫോറിൻ പ്രോഡക്ട്സ്, ഇത് കൺസ്യൂമറിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കും. ഫുഡ് പ്രോഡക്ട്സ് പാക്കേജ് റിവീൽ ചെയ്യില്ല, ബ്ലൈൻഡ് ടെസ്റ്റ് പോലെ ആക്ടിവിറ്റി. അപ്പോൾ അത് നമ്മൾ പാക്കേജ് കാണിച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓൾറെഡി ബയസ്ഡ് ആവും. ആ പെർസെപ്ഷൻ വന്നു, ഓ ഇത് ഇവിടുത്തെ ലോക്കൽ പ്രോഡക്റ്റ് അല്ലേ. ബട്ട് നമ്മൾ ആ പാക്കേജ് കാണിക്കാതെ ചെയ്ത് കഴിഞ്ഞപ്പം പല ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി ഫോറിൻ പ്രോഡക്ട്സിനെ ബീറ്റ് ചെയ്യുന്നതാണ്. അതാണ് പെർസെപ്ഷൻ ആണ് അവിടെ ശരിക്കും വരുന്നൊരു സംഭവം. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അവരുടെ ഒരു സൈക്കോളജി, അവരുടെ ഇമോഷൻ, ഇതൊക്കെ ഒരു സാധനം വാങ്ങിക്കുന്നതിനെ ബാധിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ കൺസ്യൂമറിൻ്റെ സൈക്കോളജി 2 ഘട്ടങ്ങളിലും കാണും. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് ആ ആളിന് ഇതായിരിക്കും ഇതിൻ്റെ യൂട്ടിലിറ്റി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു ഹയർ യൂട്ടിലിറ്റിയിലായിരിക്കും വരുന്നത്. അതിനുശേഷം ഒരു പോസ്റ്റ് പർച്ചേസ് സൈക്കോളജി എന്ന് പറയുന്നത് വേറൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ എന്തെങ്കിലും രസകരമായ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. കാരണം ഇപ്പോൾ പല കമ്പനീസും അഡ്വർടൈസ്മെൻറ്റ് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാർക്കറ്റ് റിസർച്ച് കമ്പനിയെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടാണ് അവർ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. കാരണം കൺസ്യൂമറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഫീച്ചറായിരിക്കും നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി വേറൊരു ഫീച്ചർ ഹൈലൈറ്റ് ചെയ്താലായിരിക്കും കൺസ്യൂമർ ഇൻഫ്ലുവൻസ് ആവുന്നത്. അത് ആ സൈക്കോളജി അനുസരിച്ചാണ്. അപ്പോൾ അത് നമ്മൾ ആ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രോഡക്റ്റ്സ് കൊടുത്തിട്ട് കൺസ്യൂമറായിട്ട് ഡിസ്കഷൻസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതായിരിക്കണം ഇതിൻ്റെ ഒരു USP എന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഈവൻ വലിയ കമ്പനീസും പ്രോഡക്റ്റ്സ് എല്ലാം ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവർ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിലുള്ളവരാണ് ഇത് ക്രിയേറ്റീവായിട്ട് നല്ലൊരു ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ചിലപ്പം ഒരു മാർക്കറ്റ് റിസർച്ച് എക്സ്പെർട്ടൈസ് ഉള്ള ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നു, കൺസ്യൂമർ ഡിസ്കഷൻ ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു. ഈ സ്ട്രാറ്റജി നേരെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ദെൻ ആ സ്ക്രിപ്റ്റ് നമ്മൾ ഇനീഷ്യലി ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൺസെപ്റ്റ് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. ഇത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നറിയാം. റീസെൻ്റ്ലി നമ്മളൊരു കമ്പനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തിരുന്നു.
അപ്പം 2-3 സ്ക്രിപ്റ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, വിഷ്വലൈസ് ചെയ്യുകയാണ് അത് കൺസ്യൂമറിൻ്റെ മുന്നിൽ. അപ്പോൾ ഏതാണ് ഒരു പർച്ചേസിലേക്ക് അവരെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് ചില ആഡ്സ് അതുപോലെ നമ്മൾ ചില ആഡ്സ് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഏതാണ് ബ്രാൻഡെന്ന് ഓർക്കുന്നുണ്ടാവില്ല, നമുക്ക് ആ റീകോൾ വരുന്നില്ല. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോസ് അല്ലേ കമ്പനിക്ക്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എമൗണ്ട് മാർക്കറ്റ് റിസർച്ചിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റും ആ സ്പെൻഡ്. അതെ, ചെറിയ ചില ടെക്നിക്കുകളും ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഈ കുട്ടികളെയും കൊണ്ടൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നവര് ആ ബില്ലിങ്ങിന്റെ സെക്ഷനിൽ കൊണ്ടുപോയിട്ട് കിൻഡർ ജോയ് അതുപോലെ അവരെ ആകർഷിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ ഈ കുട്ടികളെടുത്ത് ഇതിലിടുകയും പല മാതാപിതാക്കളും ചിലരതെടുത്ത് തിരിച്ചു വെക്കും, പക്ഷെ ഭൂരിഭാഗവും എന്തായാലും എടുത്തിട്ടല്ലേ എന്ന് വിചാരിച്ചത് ബില്ല് ചെയ്യുകയും ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സൈക്കോളജി ഉണ്ട്. അതിൽ നമ്മൾ ഒബ്സർവേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മിസ്റ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിൽ ഞങ്ങൾ ഒബ്സർവേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഡാറ്റ കളക്ടർ അവിടെ ഉണ്ടാവും, ആസ് എ കൺസ്യൂമർ അവരോട് നിന്ന് എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. ഈ കുട്ടികൾ അത് പറഞ്ഞില്ലേ, അത് എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും, മനസ്സിലായില്ലേ. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളൊരു ബ്രാൻഡ് ഞാൻ റിവീൽ ചെയ്യുന്നില്ല, ഒരു ബ്രാൻഡിന് വേണ്ടി ഞങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ റാക്സ് ഉള്ള, അതായത് മസാല, ഫോർ എക്സാമ്പിൾ സാമ്പാർ മസാല ഉള്ള റാക്കിൽ പോയി നമ്മൾ ഒബ്സർവ് ചെയ്യാം. കൺസ്യൂമർ ഫസ്റ്റ് വന്നിട്ട് ഏത് പ്രോഡക്റ്റാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമറിൻ്റെ ആ ഒരു നോട്ടം ഏത് റാക്കിലേക്കാണ് പോകുന്നത്, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും. അതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആ വിസിബിലിറ്റി എല്ലാം ചേഞ്ച് ചെയ്യും, ഷെൽഫ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പ്രീമിയം റാക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യും. അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റി അറിഞ്ഞിട്ടാണല്ലോ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. ഈ പണ്ട് കാലത്ത് രാജാക്കന്മാര് അവർക്കറിയാം രാജാവായിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പ്രജകൾ പറയില്ല രാജാവിൻ്റെ ഭരണം മോശമാണ്, ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. പക്ഷെ അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു സാധാരണ ഭിക്ഷക്കാരൻ്റെയോ അല്ലെ ഒരു സാധാരണക്കാരൻ്റെയോ വേഷത്തിൽ ചെന്നിട്ട് ഓരോ വീടുകളിലും കയറിയിട്ട് ഇന്ന് ഭക്ഷണം തരുമോ, നിങ്ങളുടെ രാജാവ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വിവരങ്ങൾ അറിയാറുണ്ടെന്ന്. അപ്പോൾ ഈ മിസ്റ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത് ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്നതല്ലേ. അതായത് നിങ്ങൾ ഒരു മാർക്കറ്റ് റിസർച്ച് ടീമായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൃത്യമായ വിവരം നിങ്ങൾക്ക് തരണമെന്നില്ല, പക്ഷേ ഒരു കൺസ്യൂമറായി പോയി എക്സാക്ട്ലി. നമ്മളിപ്പം വിവോയുടെ ഒക്കെ ഓഡിറ്റ് മൊബൈൽ കമ്പനീസിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഓട്ടോമൊബൈൽസിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ നമ്മളുണ്ട് ഓട്ടോമൊബൈലിൽ ചില ആൾക്കാരൊക്കെ ചില കൺസ്യൂമറൊക്കെ ചെന്ന് കഴിഞ്ഞ് സിമ്പിളായിട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ മൈൻഡ് ചെയ്യുക പോലും ഇല്ല, ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കില്ല. അത് ആക്ച്വലി ചിലപ്പോൾ ഒരു ഡാറ്റ കളക്ടർ ആവാം, അതല്ല. അപ്പം വിവോയുടെ ഓഡിറ്റ് ഞങ്ങൾ ചെയ്യുമ്പം അവരുടെ ഷോപ്സിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആസ് എ ഡാറ്റ കളക്ടർ അല്ല പോകുന്നത്, ഒരു ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ഫോണിൻ്റെ റേറ്റ് ചോദിക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ആ സെയിൽസ് പിച്ചും ആക്ടിവിറ്റീസും എല്ലാം പ്രോപ്പറാണോ, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യും. നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതേസമയം ആ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ചെല്ലുമ്പം അവരുടെ ആ ഒരു പെർഫോമൻസ് വൈസ് ടൈപ്പ് അവർ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യും, മനസ്സിലായില്ലേ. അപ്പം ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള അൺബയസ്ഡ് റെസ്പോൺസ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇപ്പോൾ നമ്മൾ ഇക്കണോമിക്സിൽ നഡ്ജിങ് എന്ന് പറയുന്ന കാര്യം അത് തന്നെയാണ് ഈ ചെയ്യുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ചില റോഡുകളിൽ ട്രാഫിക് റൂൾസ്, ഇന്നതാണ് റൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ കൊടുത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ശിക്ഷ കൊടുത്തെന്ന് പറഞ്ഞാലും ആൾക്കാർ ചിലപ്പോൾ ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ കൃത്യമായ സ്പീഡിൽ പോകുന്നവർ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് പോകാനുള്ള ഒരു കാര്യം, അവർ റൂള് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരുമാതിരി കാസറ്റ് വലിഞ്ഞതുപോലെ നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഒരു നല്ല കാര്യം ചെയ്യാൻ ഈ പറയുന്ന പാട്ട് ഒരു നഡ്ജായിട്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാനായിട്ട് എസ്കലേറ്റർ ഉപയോഗിക്കാതെ സ്റ്റെപ്പിൽ പാട്ട് വെക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നഡ്ജിങ് ബിസിനസ്സിനെ സഹായിക്കില്ലേ? എങ്ങനെ റിലേറ്റ് ചെയ്യാന്നുള്ളത് അത് ഈ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന കുഞ്ഞുങ്ങൾ ചെല്ലുന്നിടത്ത് ഈ പറയുന്ന ബില്ലിംഗ് സ്ഥലത്ത് ഈ കാര്യങ്ങൾ കൊണ്ടുവെക്കുക, അതുപോലെ തന്നെ സ്ത്രീകൾ ഷോപ്പ് ചെയ്യുന്നിടത്ത് ഇന്ന കാര്യങ്ങൾ വെക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ മോട്ടീവ്സ് ആണ് ഇതെല്ലാം. ആ മോട്ടീവ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റീസ് ആയിരിക്കും, ബട്ട് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരുപാട് ബിസിനസ്സുകാർ, നല്ല മലയാളി ബിസിനസ്സുകാർ പുറം രാജ്യങ്ങളിൽ, അത് യൂറോപ്പിലാണെങ്കിലും നോർത്ത് അമേരിക്കയിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരോടൊക്കെ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ ഇവരോട് ഞാൻ കേരളത്തിൽ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കേരളത്തിലെ ബിസിനസ് സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഈ പ്രവാസികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക സജഷൻസ്, അങ്ങനെ പ്രവാസികൾ വരാറുണ്ടോ ഈ പറയുന്ന കൺസൾട്ടേഷൻ? പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി. അതായത് പല ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ആണ്. കോർപ്പറേറ്റിൻ്റെ പ്രോജക്ട്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് റിട്ടൻഷനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള, ഇപ്പോൾ വിവോ ഒക്കെ പറഞ്ഞല്ലോ അതുപോലെ കണ്ടിന്യൂസ് എല്ലാ മന്തും വരുന്ന വർക്ക്സ് ആണ്. അല്ലാതെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ വർക്ക്സ് ഉണ്ട്, എൻക്വയറീസ്. അതധികം NRIസിൻ്റെ ആണ്, UAE ബേസ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. കാരണം അവർ കുറേ നാളവിടെ ഏൺ ചെയ്ത് അത്യാവശ്യം ഫണ്ടൊക്കെ ആയി കഴിയുമ്പോൾ അവർ ആലോചിക്കും സ്വന്തം നാട്ടിൽ എന്തെങ്കിലും തുടങ്ങിയാലോ. ഫോർ എക്സാമ്പിൾ കൊറോണ ടൈമിൽ ആദ്യത്തെ കൊറോണ ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് ഞങ്ങൾക്ക് 2-3 ആഴ്ച ഒരു എൻക്വയറി ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നേരെ അത് ഓപ്പോസിറ്റായി.
കാരണം അവിടുന്ന് വർക്കൊക്കെ വിട്ടു പോരുന്നവരല്ല ഇവിടെ ബിസിനസ് തുടങ്ങണം. അപ്പോൾ ഞങ്ങൾക്ക് ആ ടൈം ഭയങ്കര എൻക്വയറി ആയി. കാരണം അപ്പോൾ അവരൊരു 10 വർഷം അവിടെ വർക്ക് ചെയ്ത ആൾക്ക് ഇവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പം ഞങ്ങൾ ആ ലൊക്കേഷനിൽ ഇപ്പം ചെറിയ പ്രോജക്ട്സ്, ഞങ്ങളിങ്ങനെ വലിയ പ്രോജക്ട്സ് ഒന്നും നോക്കുന്നില്ല. ചെറിയ പ്രോജക്ട്സ് ആയാലും ഇപ്പോൾ ഒരു കാർ വാഷ് തുടങ്ങുക, ആ ലൊക്കേഷനിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടോ, അടുത്തുള്ള കാർ വാഷസ് കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് ചാർജ് ചെയ്യുന്നത്, പിന്നെ കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് അവിടെ വേണ്ടത്, ഡീറ്റെയിലിംഗ് വേണോ, കാർ വാഷ് മാത്രം മതിയോ, ഇനി വേറെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റിസർച്ചസും ചെയ്യും, കഫേസ്, അങ്ങനെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെയായിരിക്കും എൻക്വയറീസ് കൂടുതൽ വരുന്നത് NRI, അല്ലെങ്കിൽ മാനുഫാക്ചർ യൂണിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ NRIസിൻ്റെ ഒരുപാട് വർക്ക് വരാറുണ്ട്. ഇനി തിരിച്ച് ഇപ്പോൾ കേരളത്തിലുള്ള ഒരാളിന് ഇപ്പോൾ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കൊക്കെ ഒരുപാട് ബിസിനസ് സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് പുറത്ത് സെല്ല് ചെയ്യണമെങ്കിൽ ആ രീതിയിലൊരു മാർക്കറ്റ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യാറ് ആ രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രൈമറി ഡാറ്റ കളക്ഷൻ ഉണ്ട്, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ഫീൽഡിൽ പോയി കൺസ്യൂമർ അല്ലെങ്കിൽ റീറ്റെയിലറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ലൈവായിട്ട് ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അതിനിപ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാലത്ത് നമ്മൾ ഈ ഊബറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പദം കേൾക്കുമ്പോൾ ശരിക്കും ഞാനൊക്കെ PGക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. ഒരു ഗിഗ് എക്കോണമി എന്നൊക്കെ പറയുമ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ എവിടെയോ ഇരുന്ന ഒരു കമ്പനി അതിൻ്റെ താഴെ വരുന്ന ഇങ്ങനെ ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ട് ഇത് സംവിധാനം വർക്ക് ചെയ്യുമോ, അത്തരത്തിൽ ഈ പറയുന്ന ഡെയിലി റോളിലില്ലാത്ത വർക്കേഴ്സ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ വേഗത്തിലാണ് ഈ ഊബർ എന്ന് പറയുന്നത് ലോകമെമ്പാടും വ്യാപിച്ചത്. അപ്പോൾ ഊബർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെയാണ് അന്ന് വിചാരിച്ചോ ഊബർ ഇത്രയധികം ഇന്ത്യയിൽ വ്യാപകമാകും എന്നൊക്കെ? അന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ട് ഊബറിന്. നമ്മൾ ഇൻഫോ പാർക്കിലുള്ളൊരു പ്രോജക്റ്റാണ് ചെയ്തത്. ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ റീസൺ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു പ്രോജക്റ്റാണ് ചെയ്തത്. ബട്ട് ആ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡാറ്റ കളക്ഷന് എംപ്ലോയീസ് ഇല്ല. സ്വന്തമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 7 years ആയിട്ട് കൂടെ ഉള്ളവരുണ്ട്, അതും ഓൺ കോൺട്രാക്റ്റാണ്. അവർ പെർ റെസ്പോൺസാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പോൾ അവരും ആ നെറ്റ്വർക്ക് ഊബർ ഒരു ക്രിയേറ്റ് ചെയ്ത പോലെ നെറ്റ്വർക്ക് പോലെ ഇപ്പോൾ ഒരു അറൗണ്ട് 5000 ഡാറ്റ കളക്ടേഴ്സിനെ ഞങ്ങൾ കേരളത്തിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണല്ലോ. ഇപ്പോൾ ഊബർ ഒരു കാറും ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ സൊമാറ്റോ ആണെങ്കിലും സ്വിഗ്ഗി ആണെങ്കിലും അത് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ ഡാറ്റ കളക്ടേഴ്സിനെയും ട്രാക്ക് ചെയ്യാം, അവരുടെ റെസ്പോൺസ് ടൈം ട്രാക്ക് ചെയ്യാം, ഫേക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. ഈ രീതിയിലുള്ള ആക്ടിവിറ്റി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ലേ ഈ ഡേറ്റ വെച്ച്? അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ ഷോപ്പിൽ പോയി കണ്ട് തൊട്ട് ഇട്ട് നോക്കിയിട്ടാണ് സാധനങ്ങൾ, അല്ലെങ്കിൽ അത് ഒന്ന് ഫീൽ ചെയ്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതിനപ്പുറമായിട്ട് നമുക്കൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈൻ ഷോപ്പിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളൊരു ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുക എന്ന് മാറിയിട്ട് സ്വിഗ്ഗി സൊമാറ്റോ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫ്യൂച്ചർ മാർക്കറ്റ് എന്തായിരിക്കും? ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, ബട്ട് ഒരു പരിധിവരെ നമ്മൾ ലൈവ് ഡാറ്റ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 year മുൻപത്തെ നമ്മുടെ ഓൺലൈൻ പർച്ചേസ് ബിഹേവിയറും ഇപ്പോഴത്തെ പർച്ചേസ് ബിഹേവിയറും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. ഇപ്പം കോവിഡ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ, ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് ഡിജിറ്റൽ മണി യൂസ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ഓൺലൈൻ ഓർഡറിങ്ങിലേക്ക്, എനിക്ക് വെജിറ്റബിൾ ഡയറക്റ്റ് പോയി ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങി. അതൊരു കോവിഡ് ഒരു റീസൺ ആയി എന്നുള്ളതേ ഉള്ളൂ. ബട്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആയല്ലോ. അപ്പോൾ ഇനി ഒരു 10 years കഴിയുമ്പോൾ എന്താണെന്ന് ഞാനിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്തത്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഇൻസിഡൻസോ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ബിഹേവിയർ ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പ്രൊഡിക്ഷനിലേക്ക് അത്ര വിശ്വസിക്കുന്നില്ല. ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ചേഞ്ചസ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി ഫ്യൂച്ചർ എന്തൊക്കെയാണ് മനസ്സിലൊരു ഡ്രീം ഉള്ളത്? ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു മാർക്കറ്റ് റിസർച്ച് ഫേം തുടങ്ങി, അതിനുശേഷം ഒരു ഐഡിയ ഹൗസ് എന്ന് പറയുന്ന വേറൊരു ഫേം തുടങ്ങി. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ അതിനുള്ള സമയമില്ല ഡയറക്റ്റ് ചെയ്യാൻ. അതൊന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഐഡിയ ഹൗസിൽ തന്നെ പുതിയ പ്രോജക്ട്സ് വരുന്നുണ്ട് നമുക്ക്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഐഡിയ ഹൗസിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, ഞാൻ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. അപ്പം ഞങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും അതുപോലെയുള്ള ആൾക്കാരാണ്. നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഒരു ഇൻവെസ്റ്ററിനെ കൊണ്ട് പൂൾ ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കമ്പനീസ് റൺ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ബിൽഡിങ്സിൽ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അതിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണ്. അതും നമുക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ്.
ആ രീതിയിലാണ് ഇതുവരെയുള്ള എല്ലാ ബിൽഡിങ്സും. അതായത് ബിൽഡിങ്ങിൻ്റെ ഫർണിഷിങ്ങിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ നോർമൽ ഒരു കോവർക്കിംഗ് കൺസെപ്റ്റ് അല്ല ഐഡിയ ഹൗസ് ചെയ്യുന്നത്. ഐഡിയ ഹൗസ് ചെയ്യുന്നത് ഓരോ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോഴും അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ അനൗൺസ് ചെയ്യും, അതിൻ്റെ റിട്ടേൺസും അനൗൺസ് ചെയ്യും. അത് ബാക്കി എല്ലാ മെത്തേഡ്സിനെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് കമ്പയർ ചെയ്യുമ്പം നല്ല റിട്ടേൺ ആണ്. അത് ഗ്യാരണ്ടീഡുമാണ്. നമ്മുടെ ലാൻഡ് ലോഡായിട്ടുള്ള എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ക്ലയൻസ് ആയിട്ടുള്ള എഗ്രിമെൻറ്റിലും ഈ ഇൻവെസ്റ്റേഴ്സിന് ഇൻവോൾവ് ചെയ്യും. അവരെ പാർട്ട്നേഴ്സായിട്ടാണ് നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പം ഒരു 8 ബിൽഡിങ്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു ഹ്യൂജ് പ്രോജക്റ്റിന് വേണ്ടി ഇപ്പോൾ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു മിനിമം 1 lakh സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു IT പാർക്ക് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖലകൾ പലതരത്തിൽ ഈ മാർക്കറ്റ് സ്റ്റഡിയുടെ ഒരു വിഷയമായി ഭവിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ചലഞ്ച് എന്ന് പറയാവുന്നത്, കേരളത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരിൽ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനാണെങ്കിലും പറ്റിയ സാഹചര്യം ഇല്ല എന്നൊരു കംപ്ലൈൻറ്റ് പറയുന്നവരുണ്ട്. ലൂയിസ് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തി കഴിയുമ്പോൾ ഒരു കമ്മിങ് 10 yearsൽ കേരളത്തിൽ ബിസിനസ്സിന് എത്രത്തോളം ഒരു സ്കോപ്പ് ഉണ്ട്? അതൊരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അല്ലേ പോകുന്നത്. അതിപ്പം സ്റ്റഡീസിന് വേണ്ടി മാത്രമായിട്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടുത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും അവിടെ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ തന്നെ പല കമ്പനീസിലും ചെല്ലുമ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ എല്ലാ പൊസിഷനിലും ഇരിക്കുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ വേറെ കുറേ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ ഏജ് ഗ്രൂപ്പിന്, അത് ചിലപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. പിന്നെ ബിസിനസ് തുടങ്ങുന്ന രീതിയിൽ ഞാൻ ബിസിനസ് തുടങ്ങി അത്യാവശ്യം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം പുറത്തെ രാജ്യത്ത് അത്രയും ഫോർമാലിറ്റീസും ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നടക്കണം. കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യം, കാരണം മന്ത്ലി നമ്മൾ നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് പേ ചെയ്യും. ബട്ട് അതിന് പോലും നമുക്ക് അത്രയും ഡിലേ ആണ്. അതുപോലെ ഒരു GST കിട്ടണമെങ്കിൽ GST എടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ടാക്സ് പേ ചെയ്യാനാണ്. ബട്ട് ആ GST അപ്രൂവലിലും നമ്മൾ പുറകെ നടക്കേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ മാറിക്കഴിഞ്ഞാൽ ബിസിനസ് ഇവിടെ ഈസിയറാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സ്ട്രഗിൾസ് ബുദ്ധിമുട്ടാണ്. അത് പേപ്പർ വർക്ക്സ് മാത്രമല്ല ഞാൻ പറയുന്നത്, പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ കുറച്ച് ആറ്റിറ്റ്യൂഡും ഉണ്ടല്ലോ. നമ്മളിപ്പം ജോലിയായോ അങ്ങനെ ഇപ്പോൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. പണ്ട് ഫേസ് ചെയ്ത ഇഷ്യൂസാണ് പറയുന്നത്. നമ്മൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നാട്ടുകാർ ചോദിക്കും ജോലിയായോ എന്തായി, അങ്ങനെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊന്ന് മാറ്റിയാൽ, ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എത്ര പേര്, ഇപ്പം ഞാനൊരു കാർ വാഷ് തുടങ്ങി, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, എൻ്റെ എത്ര ഫ്രണ്ട്സ് അത് സ്റ്റാറ്റസ് ഇടും ഇല്ലെങ്കിൽ ഞാനൊരു സലൂൺ തുടങ്ങി, അവിടേക്ക് എത്ര പേര് അത് പ്രൊമോട്ട് ചെയ്യും. ഒരു ഫിലിം ഇറങ്ങുവാണെങ്കിൽ എല്ലാവരും അത് സ്റ്റാറ്റസ് ചെയ്യും ഇല്ലേ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അവർ പ്രൊമോട്ട് ചെയ്യും. അതിൻ്റെ ഡയറക്ടറോ ആക്ടറിനോ ഇവർക്ക് നേരിട്ട് പരിചയം ഉണ്ടാവില്ല. പക്ഷേ സ്വന്തം സുഹൃത്ത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങുമ്പോൾ എത്ര പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല സുഖമാണ് ബിസിനസ് ചെയ്യാൻ. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു യങ് ജനറേഷന് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക വാർത്തകൾ ഒന്നും കേൾക്കാൻ പൊതുവെ താല്പര്യം ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഒരു ബജറ്റ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബജറ്റ് കാണാൻ ആൾ കുറവാണ്. അതേസമയം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആ ബജറ്റിൽ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ മാർക്കറ്റിൽ റിസർവ് ബാങ്ക് ഒരു പോളിസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ല. അവരുടെ EMIയിലാണ് കുറവോ കൂടുമോ എന്നറിയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക അവബോധം, ആ രീതിയിൽ മാനസികമായ ഒരു മാറ്റം കേരളത്തിൽ ആവശ്യമാണ്. എനിക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഈ കുടം കമഴ്ത്തി വെച്ച് അതിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരു സംഭവമായിരിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, സാമ്പത്തികമായ രീതിയിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് MBAയിലേക്ക് വന്നതാണ്. ഞാൻ BCom ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്കതിൽ അറിവ് കുറവായിരുന്നു. നമുക്ക് കുറേ സ്റ്റീരിയോ ടൈപ്സും കുറേ മുൻവിധികളും പ്രിജുഡീസസും ഉണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ് ഫാമിലിയിൽ ജനിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ പരമ്പരാഗതമായി ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു ബിസിനസ് ഇൻ്റലിജൻസും ആ ബിസിനസ് നന്നായി കൊണ്ടുപോകാനുള്ള ഒരു ടെക്നിക്കും ഒക്കെ അറിയൂ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുന്നത്, 2 ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട്. പക്ഷെ ലൂയിസിൻ്റെ കേസിൽ ലൂയിസിൻ്റെ ഫാദർ എംപ്ലോയിഡ് ആണ്, സഹോദരങ്ങളൊന്നും തന്നെ ബിസിനസ്സിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത് ഒന്ന് പൊളിച്ചെഴുതിയിരിക്കുകയല്ലേ. അതായത് ഒരു ബിസിനസ് ഫാമിലിയിൽ തന്നെ നമ്മൾ ജനിച്ച് ബിസിനസ് കണ്ടും കേട്ടും ഉണ്ടും ഉറങ്ങിയും ഒന്നും ആകണമെന്നില്ലല്ലോ. ഒരിക്കലുമില്ല. അത്
നമ്മുടെ ഒരു കൺസെപ്റ്റിൻ്റെ ഡിഫറൻസ് ആണ്. ഇപ്പം റിസ്ക് ഉള്ളത് കൊണ്ടാണ് പലരും ബിസിനസ്സിലേക്ക് ഇറങ്ങാത്തതെന്ന് ക്രിസ്റ്റീന പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വേറൊരു ഫാക്ടർ റിസ്ക് മാത്രമല്ല, പലരും കംഫർട്ട് സോണിലായതുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തത്. റിസ്ക് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സ് തന്നെ ഇപ്പം കോളേജ് കഴിഞ്ഞപ്പം ഞാൻ 2-3 വർഷം വർക്ക് ചെയ്തിട്ട് നീ സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ 2-3 വർഷം വർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല. കാരണം അവർക്കൊരു മന്ത്ലി സാലറി കിട്ടുമ്പം അവർ ഭയങ്കര ഹാപ്പിയാണ്, അല്ലെങ്കിൽ അതിലേക്ക് സെറ്റായി. അപ്പം കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പേരൻസ് എപ്പോഴും അവർ എംപ്ലോയിഡ് ആകുമ്പോൾ അവർ നമ്മളൊരു ബാങ്ക് ജോബ് അല്ലെങ്കിൽ ഒരു PSC എഴുതി നമ്മൾ സേഫ് ആവാൻ വേണ്ടി അവർ പറയുന്നതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അതുകൊണ്ട് ഹാപ്പി ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ നോക്കി. അപ്പോൾ ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ MBA കഴിഞ്ഞിട്ട് എനിക്ക് കമ്പനി തുടങ്ങാനോ അല്ലെങ്കിൽ എൻ്റെ ചിലവിന് വീട്ടുകാരുടെ അടുത്ത് പണം ചോദിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള കോസ്റ്റും അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂം ഇപ്പോൾ അറിയാം. അതെ. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അതിഥി സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന്. വിജയം എന്ന് പറയുന്നത് ലൂയിസിന് എന്താണ്? വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ സക്സസ്ഫുൾ അല്ലാന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കമ്പയർ ചെയ്യുന്നത് എൻ്റെ ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസാണ്. ഞാനത് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അവിടെ ഈ പരിപാടി നിർത്തും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഓൾവേസ് ഐ മെഷർ മൈ സക്സസ് വിത്ത് മൈ ലാസ്റ്റ് ഇയർ പെർഫോമൻസ്. ഈ 400-ലേറെ കമ്പനികളുള്ള വെർജിൻ ഗ്രൂപ്പിൻ്റെ തലവനായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മറ്റൊരാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുമോ ഒരു സംരംഭം കൊണ്ട്, അതാണ് യഥാർത്ഥ സംരംഭം എന്നാണ്. അപ്പോൾ ലൂയിസും ചെയ്യുന്ന അതാണ്. ഒരുപാട് ബിസിനസ്സുകാരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് പല രീതിയിൽ, ഐഡിയ ഹൗസിൽ കൂടെയാണെങ്കിലും ഈ പറയുന്ന ട്രൂ കോഡിൽ കൂടെയാണെങ്കിലും. അപ്പോൾ വീണ്ടും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. കേരളം ഈ പറയുന്നത് പോലെ നല്ലൊരു ബിസിനസ് എൻവയോൺമെൻ്റ് ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഒരു 10 വർഷത്തിൽ വളർന്നു വരട്ടെ. ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു സോ മച്ച്.